ഹലോ ഫ്രണ്ട്സ്, ചങ്ങായി വ്ളോഗിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ആനുവൽ ഇവാലുവേഷൻ്റെ 3rd സ്റ്റാൻഡേർഡ് ഇംഗ്ലീഷ് പേപ്പറാണ് ഇവിടെ പറയാൻ പോകുന്നത്. ആക്ടിവിറ്റി നമ്പർ 1. സെറോ ആൻഡ് ദ പാരറ്റ് ബിക്കേം ഫ്രണ്ട്സ്. ദ പാരറ്റ് ടോൾഡ് സെറോ എബൌട്ട് ഇറ്റ് സെൽഫ്. പാരറ്റ് സെറോയോട് അതിനെക്കുറിച്ച് പറയാണ്. എങ്ങനെയാണ് പറയുന്നത്? ഐ ആം മിന്നു. I am 3 months old. I have 2 sisters. My mother is Meera. My father is Meetu. I can fly. I can speak. I like fruits. ഇതുപോലെ നിങ്ങളും നിങ്ങളെക്കുറിച്ച് പറയണം. മിന്നു ഇൻട്രൊഡ്യൂസ്ഡ് ഹെർസെൽഫ്. മിന്നു അവളെക്കുറിച്ചാണ് ഇവിടെ പറഞ്ഞത്. ക്യാൻ യു ഇൻട്രൊഡ്യൂസ് യുവർ സെൽഫ്? നിങ്ങൾക്ക് നിങ്ങളെക്കുറിച്ച് പറയാൻ കഴിയുമോ? റൈറ്റ് ഇൻ ദ സ്പേസ് ഗിവൺ ബിലോ. ഇപ്പം മിന്നു പറഞ്ഞത് തന്നെ നോക്കിയിട്ട് നമുക്ക് എഴുതാൻ കഴിയും. അപ്പോൾ ഇവിടെ നോക്കൂ, ഐ ആം മിന്നു എന്ന് പറഞ്ഞതുപോലെ നമുക്ക് നമ്മുടെ പേര് പറയാം. ഐ ആം മാലു. മിന്നുവിന് 3 months ആയിട്ടേ ഉള്ളൂ, പക്ഷെ നിങ്ങൾക്ക് 8 years 9 years ഒക്കെ ആയിട്ടുണ്ടാവും അല്ലേ? ഐ ആം 8 years ഓൾഡ്. ഐ ഹാവ് എ ബ്രദർ ആൻഡ് സിസ്റ്റർ. എനിക്കൊരു ബ്രദറും സിസ്റ്ററും ഉണ്ട്. ബ്രദർ മാത്രമേ ഉള്ളെങ്കിലോ ഐ ഹാവ് എ ബ്രദർ. സിസ്റ്റർ മാത്രമാണെങ്കിൽ ഐ ഹാവ് എ സിസ്റ്റർ. പിന്നെ മൈ മദർ ഈസ് ബിന്ദു. മൈ ഫാദർ ഈസ് ബാബു. മിന്നു പറഞ്ഞ അതേപോലെ നമ്മൾ നമ്മുടേതാക്കി എഴുതിയാൽ മാത്രം മതി. ഐ ക്യാൻ ഡാൻസ്. ഐ ക്യാൻ സിങ്. ഐ ലൈക്ക് മിൽക്ക്. ഇപ്പം നിങ്ങൾക്ക് നിങ്ങളുടെ അച്ഛൻ്റെ അമ്മയുടെയൊക്കെ പേരൊക്കെ എഴുതാൻ അറിയണം കേട്ടോ. ഇപ്പം നമ്മുടെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അതുപോലെ തന്നെ ഈ വീഡിയോസ് നിങ്ങൾക്ക് നന്നായി തോന്നുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യൂ, ഒന്ന് പ്രോത്സാഹിപ്പിക്കൂ കേട്ടോ. ഓക്കെ, അടുത്ത ആക്ടിവിറ്റി, ഡിസ്ക്രൈബ് ദ പിക്ചർ. ദർ ഈസ് എ റിവർ ഇൻ ദ പിക്ചർ. അല്ലേ? ഈ പിക്ചറിൽ എന്തൊക്കെ കാണുന്നത് എന്നാണല്ലോ നമ്മൾ എഴുതേണ്ടത്. അപ്പോൾ പ്രധാനമായിട്ട് നമ്മൾ കാണുന്നത് ഒരു പുഴയാണ് അല്ലേ? ദർ ഈസ് എ റിവർ ഇൻ ദ പിക്ചർ. ഈ പിക്ചറിൽ ഒരു പുഴയുണ്ട്. 2 boats ആർ ഇൻ ദ റിവർ. റിവറിൽ 2 ബോട്ടുകളുണ്ട്. ദർ ആർ ഹൗസസ് ഓൺ ദ ബാങ്ക്സ് ഓഫ് ദ റിവർ. ബാങ്ക്സ് ഓഫ് ദ റിവർ എന്ന് പറഞ്ഞാൽ പുഴയുടെ തീരത്ത് വീടുകളുണ്ട്. പുഴയുടെ തീരത്ത് എന്നാണ് ബാങ്ക്സ് ഓഫ് ദ റിവർ എന്ന് പറഞ്ഞാൽ. ഓക്കെ. ദർ ആർ ട്രീസ് ആൾസോ. അവിടെ മരങ്ങളും ഉണ്ട്. ദർ ഈസ് എ സ്വിങ് ഓൺ ദ ട്രീ. അവിടെ മരത്തിൽ ഒരു ഊഞ്ഞാലുണ്ട് അല്ലേ? ചിൽഡ്രൻ സ്വിങ് ഓൺ ദ സ്വിങ്. ചിൽഡ്രൻ ഊഞ്ഞാലിൽ ആടുന്നു. എ ബോയ് ഈസ് ഫിഷിംഗ്. എ വുമൺ ഈസ് വാഷിംഗ് ക്ലോത്ത്സ്. ദർ ആർ 2 cows അണ്ടർ ദ ട്രീ. ഇനിയും ഒരുപാടുണ്ട്. ബേർഡ്സ് ആർ ഫ്ലൈയിങ് അല്ലേ? സോ മെനി ട്രീസ് ആർ ദർ. പിന്നെ നമുക്കൊരുപാട് ചിൽഡ്രൻ ആർ ജമ്പിങ് ഇൻ ടു ദ വാട്ടർ. നിങ്ങൾക്കിതിൽ ഏറ്റവും എളുപ്പം തോന്നുന്നതാണ് നിങ്ങൾ എഴുതേണ്ടത്. കഴിയുന്നതും സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഇല്ലാതെ എഴുതാൻ നോക്കുക. അടുത്ത ആക്ടിവിറ്റി, സെറോ ആൻഡ് ദ പാരറ്റ് സാറ്റ് അറ്റ് ദ റിവർ സൈഡ് ആൻഡ് പ്ലേഡ്. സെറോയും പാരറ്റും റിവർ സൈഡിലിരുന്ന് കളിക്കുകയായിരുന്നു. ഓൾ ദ ബേർഡ്സ് ആൻഡ് ആനിമൽസ് ജോയിൻഡ് ദം. എല്ലാ ബേർഡ്സും ആനിമൽസും അവരുടെ കൂടെ കൂടി. ദേ മെയ്ഡ് കൈറ്റ്സ്, പ്ലെയിൻസ്, പേപ്പർ ബോർഡ്സ് എക്സെട്ര. അവരെന്തൊക്കെയാണ് ഉണ്ടാക്കിയത്? കൈറ്റ്, പട്ടം, പ്ലെയിന്, പേപ്പർ ബോട്ട് ഒക്കെ ഉണ്ടാക്കി. വൈൽ പ്ലേയിങ് ദേ സാങ് എ സോങ്. കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവരൊരു പാട്ടുപാടി. ആഡ് മോർ ലൈൻസ് ടു ദ പോയം. ആ പാട്ടിൻ്റെ കൂടെ നിങ്ങൾ കൂടുതൽ ലൈൻസ് ചേർക്കണം. ഇപ്പോൾ എല്ലാ മൃഗങ്ങളും പക്ഷികളും ഒക്കെ ഉണ്ടല്ലോ. അപ്പോൾ നമുക്ക് ഇവിടെ എന്താണ്, ബോട്ട്സ് ഉണ്ടാക്കിയതിനെ കുറിച്ചാണ് ആദ്യത്തെ 4 വരി. പേപ്പർ ബോട്ട്സ് ആർ ഫ്ലോട്ടിംഗ്. പേപ്പർ ബോട്ട്സ് ഒഴുകിപ്പോകുന്നുണ്ട് അല്ലേ? ഫ്ലോട്ടിംഗ് ഇൻ ദ വാട്ടർ. വെള്ളത്തിൽ കൂടെ ഒഴുകുന്നു. വി ക്യാൻ പ്ലേ വിത്ത് ബോട്ട്സ്. നമുക്ക് ബോട്ട് കൊണ്ട് കളിക്കാം. വാട്ട് എ നൈസ് ഡേ. ഇന്ന് എത്ര നല്ല ദിവസമാണ്. ലിറ്റിൽ ബേർഡ്സ് ആർ ഫ്ലൈയിങ്. ചെറിയ പക്ഷികൾ പറക്കുന്നു. ഫ്ലൈയിങ് ഇൻ ദ സ്കൈ. ആകാശത്തിലൂടെ പറക്കുന്നു. വി ക്യാൻ ഷിപ്പ് ലൈക്ക് ബേർഡ്സ്. നമുക്ക് പക്ഷികളെപ്പോലെ ചിലക്കാൻ കഴിയും. വാട്ട് എ നൈസ് ഡേ. എന്ത് നല്ല ദിവസമാണിത്. ഇനി നമുക്ക് വേറെ ജീവിയെ കുറിച്ച് എഴുതിയാലോ? ലിറ്റിൽ ഫ്രോഗ്സ് ആർ ജമ്പിങ്. ചെറിയ തവളക്കുട്ടികൾ ചാടുന്നു.
ജമ്പിങ് ഇൻ ടു ദ വാട്ടർ. എവിടേക്കാ ചാടുന്നത്? വെള്ളത്തിലേക്ക് ചാടുന്നു. വി ക്യാൻ സ്വിം ലൈക്ക് ഫ്രോഗ്സ്. നമുക്ക് അവയെപ്പോലെ നീന്താൻ കഴിയും. വാട്ട് എ നൈസ് ഡേ. ഇപ്പം നമ്മൾ ഈ ആദ്യം തന്ന 8 വരികൾ എങ്ങനെയാണെന്ന് നോക്കിയിട്ടാണ് നമ്മൾ ഇവിടെ എഴുതിയിട്ടുള്ളത്. കണ്ടില്ലേ? ലിറ്റിൽ ബേർഡ്സ് ആർ ഫ്ലൈയിങ്. അപ്പം നമ്മൾ ലിറ്റിൽ ഫ്രോഗ്സ് ആർ ജമ്പിങ്. പിന്നെ ഫ്ലൈയിങ് ഇൻ ദ സ്കൈ എന്നാണ്. അപ്പോൾ ജമ്പിങ് ഇൻ ടു ദ വാട്ടർ. അതേപോലെ ആ പാറ്റേൺ നിങ്ങൾ മനസ്സിലാക്കി വേണം ലൈൻസ് ഉണ്ടാക്കാൻ. ആക്ടിവിറ്റി നമ്പർ 4. സെറോസ് സ്കൂൾ വിൽ റീഓപ്പൺ ദ നെക്സ്റ്റ് ഡേ. സെറോവിൻ്റെ സ്കൂള് അടുത്ത ദിവസം തുറക്കുകയാണ്. ഹി ഹാസ് ടു ഗോ ബാക്ക്. അവന് തിരിച്ചു പോകണം. അവൻ വിരുന്നു വന്നതാണ് ഇവിടേക്ക്, അല്ലേ? സെറോ ആൻഡ് ദ പാരറ്റ് ഫെൽറ്റ് സാഡ്. സെറോയ്ക്കും സങ്കടമുണ്ട്, പാരറ്റിനും സങ്കടമുണ്ട്. ദ പാരറ്റ് ഫ്ലൂ അറൗണ്ട് ഹിം. പാരറ്റ് അവൻ്റെ ചുറ്റും പറന്നുകൊണ്ടിരുന്നു, അല്ലേ? റൈറ്റ് ദ കോൺവെർസേഷൻ ബിറ്റ്വീൻ ദ പാരറ്റ് ആൻഡ് സെറോ. അവർ തമ്മിലുള്ള കോൺവെർസേഷനാണ് നമ്മളിവിടെ എഴുതുന്നത്. പാരറ്റ്: ഡോണ്ട് ഗോ സെറോ. സെറോ നീ പോകണ്ട. അപ്പോൾ സെറോ പറയാണ്, മൈ സ്കൂൾ വിൽ റീഓപ്പൺ ദ നെക്സ്റ്റ് ഡേ. അടുത്ത ദിവസം എൻ്റെ സ്കൂൾ തുറക്കും. പാരറ്റ്: ഐ ഹാവ് നോ ഫ്രണ്ട്സ് ഹിയർ. എനിക്ക് ഇവിടെ ഫ്രണ്ട്സ് ഒന്നും ഇല്ല. സെറോ: ഡോണ്ട് വറി, ഐ വിൽ കം ബാക്ക്. വിഷമിക്കേണ്ട, ഞാൻ തിരിച്ചു വരും. പാരറ്റ്: വെൻ? എപ്പോൾ? സെറോ: ഐ വിൽ കം നെക്സ്റ്റ് ഹോളിഡേ. ഐ വിൽ കം നെക്സ്റ്റ് ഹോളിഡേ. ഞാൻ അടുത്ത അവധിക്ക് വരും. അടുത്തത് ആക്ടിവിറ്റി നമ്പർ 5. സെറോ റീച്ച്ഡ് ഹോം ഇൻ ദ ഈവനിങ്. സെറോ അവൻ്റെ വീട്ടിൽ വൈകുന്നേരത്താണ് എത്തിയത്. അവൻ തിരിച്ചു പോയില്ലേ? ഹി ടോൾഡ് അബൌട്ട് ദ പാരറ്റ് ടു ഹിസ് മദർ. അവൻ പാരറ്റിനെ കുറിച്ച് അവൻ്റെ അമ്മയോട് പറഞ്ഞു. സെറോ: മൈ ഡിയർ മദർ കോൾഡ്. ഗോ ടു ബെഡ്. നീ പോയി കിടക്ക്. യുവർ സ്കൂൾ റീഓപ്പൺസ് ടുമോറോ. നാളെ നിന്റെ സ്കൂൾ തുറക്കുകയാണ്. യു മസ്റ്റ് ഗെറ്റ് അപ്പ് ഏർലി. നിനക്ക് നാളെ നേരത്തെ എഴുന്നേൽക്കേണ്ടതല്ലേ? സെറോ വെൻറ്റ് ടു ബെഡ്. സെറോ ബെഡിലേക്ക് പോയി, കിടക്കാൻ പോയി. ബട്ട് ഹി കുഡിൻറ്റ് സ്ലീപ്പ്. പക്ഷെ അവന് ഉറങ്ങാൻ കഴിഞ്ഞില്ല. ഹി തോട്ട് അബൌട്ട് ദ പാരറ്റ്. അവൻ പാരറ്റിനെ കുറിച്ച് ആലോചിച്ചു. ടിയേഴ്സ് റോൾഡ് ഔട്ട് ഫ്രം ഹിസ് ഐസ്. അവൻ്റെ കണ്ണിൽ നിന്ന് കണ്ണുനീരിങ്ങനെ വന്നു. റൈറ്റ് സെറോസ് തോട്ട്സ്. അപ്പോൾ സെറോ ആലോചിച്ചതിനെ കുറിച്ചാണ് നമ്മൾ എഴുതേണ്ടത്. ആരെക്കുറിച്ച് ആലോചിക്കുന്ന സെറോ? പാരറ്റിനെ കുറിച്ച്, അല്ലേ? ഓ മൈ ഡിയർ പാരറ്റ്, വാട്ട് ആർ യു ഡൂയിങ് നൗ? എൻ്റെ പ്രിയപ്പെട്ട തത്തേ, നീ ഇപ്പം എന്താണ് ചെയ്യുന്നത്? ഡിഡ് യു സ്ലീപ്പ്? നീ ഉറങ്ങിയോ? ഐ കാണ്ട് സ്ലീപ്പ്. എനിക്ക് ഉറങ്ങാൻ കഴിയുന്നില്ല. മൈ സ്കൂൾ റീഓപ്പൺസ് ടുമോറോ. എൻ്റെ സ്കൂൾ നാളെ തുറക്കുകയാണ്. ഐ വിൽ ടെൽ ഓൾ മൈ ഫ്രണ്ട്സ് അബൌട്ട് യു. ഞാൻ എൻ്റെ എല്ലാ ഫ്രണ്ട്സിനോടും നിന്നെക്കുറിച്ച് പറയും. ഐ മിസ് യു. ഇങ്ങനെയാണ് നമ്മൾ ഇവിടെ സെറോൻ്റെ തോട്ട്സ് എഴുതിയിട്ടുള്ളത്. നിങ്ങൾക്ക് എല്ലാവർക്കും നമ്മുടെ ഇത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അടുത്ത വീഡിയോയുമായി കാണാം. ആനുവൽ പരീക്ഷയുടെ കുറച്ച് കൂടുതൽ ക്വസ്റ്റ്യൻ പേപ്പർ ഇട്ടിട്ടുണ്ട്. ചങ്ങായി വ്ളോഗ് നോക്കിയാൽ നിങ്ങൾക്കത് കിട്ടും. EVSും മാത്സൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഒക്കെ നോക്കുക, മനസ്സിലാക്കുക, നന്നായി പരീക്ഷ എഴുതുക. ബെസ്റ്റ് ഓഫ് ലക്ക്.